ഹായ്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഗാർലിക് പേസ്റ്റിന്റെ റെസിപ്പിയാണ്. ഇതിനെ തൂം എന്നും പറയും. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതിനുവേണ്ടി 2 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വിനേഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, പിന്നെ 1 കപ്പ് ഓയിൽ, 1 മുട്ട, പിന്നെ പാകത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിന് നമുക്ക് നമ്മുടെ മിക്സിയുടെ ഗ്രൈൻഡ് ചെയ്യുന്ന ജാർ എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഗ്രൈൻഡ് ചെയ്യൂലേ, ആ ജാറാണ് വേണ്ടത്. ഇതെടുക്കുമ്പോൾ മിക്സിയിൽ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമുക്ക് അതിലേക്ക് ആദ്യം വെളുത്തുള്ളിന്റെ അല്ലി ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ വെളുത്തുള്ളി ചതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് അതല്ലെങ്കിൽ വിനേഗർ 1 ടീസ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് സ്പീഡിൽ കറക്കാൻ പാടില്ല, ഇത് പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. നമ്മളുടെ മിക്സിയിൽ പൾസ് എഴുതിയ ഭാഗത്തേക്ക് ആക്കിയിട്ട് വേണം ഇതിനെ കറക്കിയെടുക്കാൻ. ഇതിപ്പോ ഒരു വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാലും ഇത് പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. കുറച്ച് സമയം ഒന്ന് പൾസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് തിക്കായി വരും. ഇനി നമുക്കിത് എത്രത്തോളം തിക്ക് വേണോ അതിനനുസരിച്ച് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഓയിൽ ഫുള്ള് എടുക്കുന്നുണ്ട്. ഞാനിത് സാൻഡ്വിച്ചിൽ തേക്കാനുള്ള മയോനൈസിന്റെ രൂപത്തിലാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ചിക്കന്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാനാണെങ്കിൽ ഇത്ര ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് തൂമായിട്ടും ഉപയോഗിക്കാം, അതേസമയം മയോനൈസായിട്ട് സാൻഡ്വിച്ചിലും ഉപയോഗിക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടുകൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോഴേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.